പശ്ചിമേഷ്യയിൽ കാലങ്ങളായി ആളിപ്പടരുന്ന നിഴൽ യുദ്ധവും സൈനിക ഏറ്റുമുട്ടലുകളും കേവലം ഗൾഫ് മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ലെന്ന ഭീതിജനകമായ മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കയുമായുള്ള സംഘർഷം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ യൂറോപ്യൻ വൻകരയിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നേരിട്ട് ആക്രമണം നടത്താൻ ടെഹ്റാൻ പദ്ധതിയിടുന്നതായി പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ ഫിനാൻഷ്യൽ ടൈംസിന്റെ വാർത്താ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. ദക്ഷിണപൂർവ്വ യൂറോപ്പിൽ സാന്നിധ്യമുള്ള അമേരിക്കൻ സഖ്യസേനകളെ ലക്ഷ്യമിട്ട് പോരാട്ടത്തിന്റെ അതിരുകൾ മധ്യപൂർവേഷ്യയ്ക്ക് പുറത്തേക്ക് വിപുലീകരിക്കാനാണ് ഇറാന്റെ ആസൂത്രിത നീക്കം. പ്രധാനമായും US യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ അനുമതി നൽകിയ ബൾഗേറിയയിലെ ബെസ്മർ എയർബേസും ബ്രിട്ടീഷ് വ്യോമസേനാ താവളമുള്ള സൈപ്രസിലെ അക്രോത്തിരി കേന്ദ്രവുമാണ് ഇറാന്റെ ആക്രമണ സാധ്യതയുള്ള പട്ടികയിൽ മുന്നിട്ട് നിൽക്കുന്നത്. സൈപ്രസിലെ റോയൽ എയർഫോഴ്സ് താവളത്തിന് നേരെ മുൻപ് നടന്ന ഡ്രോൺ ആക്രമണം ഈ തന്ത്രപരമായ മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണെന്നാണ് വ്യോമസേനാ വിദഗ്ധർ വിലയിരുത്തുന്നത്. അമേരിക്കൻ സൈന്യത്തിന് തങ്ങളുടെ താവളങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും വിട്ടു നൽകുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഇതോടെ ഇറാന്റെ നേരിട്ടുള്ള പ്രത്യാക്രമണ ഭീഷണിക്ക് കീഴിലായിരിക്കുകയാണ്. പരമ്പരാഗത ആയുധ പോരാട്ടങ്ങൾക്കപ്പുറം ലോക സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായ ഡിജിറ്റൽ നാഡീ ഞരമ്പുകളെ തന്നെ തകർക്കുന്ന തന്ത്രപരമായ നീക്കങ്ങൾക്കും ഇറാനിയൻ സൈന്യം പദ്ധതിയിടുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെയും സമീപ സമുദ്രപാതകളിലൂടെയും കടന്നുപോകുന്ന അന്താരാഷ്ട്ര സബ്സി ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ വെട്ടിമുറിച്ചു മാറ്റുന്നതിനെക്കുറിച്ച് ഇറാനിയൻ ആംഡ് ഫോഴ്സ് ഗൗരവമായി ആലോചിക്കുന്നതായി ലൈവ് മിന്റിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ഇന്റർനെറ്റ് ഡാറ്റ കൈമാറ്റങ്ങളുടെയും കോടിക്കണക്കിന് ഡോളറിന്റെ ആഗോള സാമ്പത്തിക ഇടപാടുകളുടെയും സിംഹഭാഗവും സമുദ്രത്തിനടിയിലെ ഈ കേബിളുകൾ വഴിയാണ് സാധ്യമാകുന്നത്. ഇവയിൽ ഏതെങ്കിലും തരത്തിലുള്ള വിച്ഛേദനം സംഭവിച്ചാൽ ആഗോള സാമ്പത്തിക മേഖലയും വിവര സാങ്കേതിക ശൃംഖലകളും പൂർണ്ണമായും നിശ്ചലമാകും. അമേരിക്കൻ ഭരണകൂടം പരിധി ലംഘിച്ച് ആക്രമണം തുടർന്നാൽ തങ്ങളുടെ പ്രത്യാക്രമണത്തിന് യാതൊരു അതിർവരമ്പുകളും ഉണ്ടായിരിക്കില്ലെന്നും അത് യൂറോപ്പിലേക്കും ആഗോള ശൃംഖലകളിലേക്കും വ്യാപിക്കുമെന്നും ഇറാനിയൻ ഭരണകൂട വക്താക്കൾ തുറന്നടിച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നിലപാടുകളും ഈ മേഖലയിൽ സംഘർഷങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നുണ്ട്. ഇറാനുമായി നിലവിൽ യാതൊരുവിധ നയതന്ത്ര ചർച്ചകളും നടക്കുന്നില്ലെന്നും വരും ദിവസങ്ങളിൽ ചർച്ചകൾക്ക് യാതൊരു പദ്ധതിയുമില്ലെന്നും സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് ഉറപ്പിച്ചു പറയുകയുണ്ടായി. ഇറാനെ നേരിട്ട് വലിയ പോരാട്ടത്തിൽ തകർക്കുന്നതിന് പകരം കടുപ്പമേറിയ സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും ശക്തമായ നാവിക ഉപരോധങ്ങളിലൂടെയും സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുക എന്ന തന്ത്രമാണ് വാഷിംഗ്ടൺ ഇപ്പോൾ പിന്തുടരുന്നത്. ഹോർമൂസ് കടലിടുക്ക് ഒരു അമേരിക്കൻ ടെറിട്ടറിയായി പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ച് വരെ ട്രംപ് നടത്തിയ പ്രസ്താവനകളെക്കുറിച്ചും റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നുണ്ട്. തങ്ങളുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഇറാന്റെ തന്ത്രപ്രധാനമായ നിർമ്മിതികളും ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയായാണ് യൂറോപ്പിലെ US താവളങ്ങളിലേക്ക് പ്രത്യാക്രമണം വ്യാപിപ്പിക്കുമെന്ന് ടെഹ്റാൻ താക്കീത് നൽകിയത്. ലോക എണ്ണ വ്യാപാരത്തിന്റെ സുപ്രധാന പങ്കും കടന്നുപോകുന്ന ഹോർമൂസിൽ അതീവ ഗുരുതരമായ സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. UAE ബന്ധമുള്ള അമാറ എന്ന അന്താരാഷ്ട്ര എണ്ണക്കപ്പൽ ഇറാൻ വിപ്ലവ ഗാർഡുകൾ പിടിച്ചെടുത്ത് തങ്ങളുടെ തന്ത്രപ്രധാന നാവിക താവളമായ ബന്ദർ അബ്ബാസ് തുറമുഖത്തിലേക്ക് മാറ്റിയതായി പ്രാദേശിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. നിലവിൽ ഈ മേഖലയിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ ഭൂരിഭാഗവും ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഒമാനി സമുദ്രപാതയിലൂടെയാണ് സുരക്ഷിതമായി സഞ്ചരിക്കുന്നത്. എന്നാൽ ഈ പാതയിലൂടെയുള്ള പാശ്ചാത്യ നാവിക നീക്കങ്ങളെ ഇറാൻ ശക്തിയായി എതിർക്കുന്നുണ്ട്. സാഹചര്യം ശാന്തമാക്കാൻ ഒമാനുമായി ഇറാൻ നടത്തുന്ന നയതന്ത്ര ചർച്ചകളിൽ വൈറ്റ് ഹൌസ് കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നാവിക ഗതാഗത തടസ്സങ്ങളും എണ്ണക്കപ്പലുകൾ പിടിച്ചെടുക്കലും ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുന്നതിനും ഇന്ധന പ്രതിസന്ധിക്കും വഴി തുറക്കുകയാണ്. യൂറോപ്പിലെയും മറ്റ് ഭൂഖണ്ഡങ്ങളിലെയും സൈനിക ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ആക്രമണം നടത്താനുള്ള ഇറാന്റെ ശേഷിയെക്കുറിച്ച് അന്താരാഷ്ട്ര പ്രതിരോധ മേഖലയിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വിദൂര അമേരിക്കൻ ബ്രിട്ടീഷ് താവളമായ ദിയാഗോ ഗാർസിയയ്ക്ക് നേരെ മുൻപ് മിസൈൽ ആക്രമണ ശ്രമങ്ങൾ നടന്നതും നാറ്റോ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വഴി മിസൈലുകൾ തടഞ്ഞതും ഇറാന്റെ ദീർഘദൂര പ്രഹരശേഷിയുടെ തെളിവുകളായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൂടാതെ ജോർദാനിലെ US സൈനിക താവളത്തിന് നേരെ നടത്തിയ കൃത്യതയാർന്ന മിസൈൽ അറ്റാക്കിലൂടെ തങ്ങളുടെ ആക്രമണ സാങ്കേതികവിദ്യ എത്രത്തോളം മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇറാൻ തെളിയിക്കുകയും ചെയ്തു. ഇറാന്റെ ഷഹാബ് പരമ്പരയിൽപ്പെട്ട മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ദക്ഷിണ പൂർവേഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങളിൽ നാശനഷ്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. യൂറോപ്പിൽ ഇറാൻ നേരിട്ട് മിസൈൽ തൊടുത്തുവിടുമോ അതോ പ്രാദേശിക നിഴൽ ഗ്രൂപ്പുകൾ വഴി തിരിച്ചടിക്കുമോ എന്നതിനെക്കുറിച്ചും വിദേശകാര്യ നയതന്ത്രജ്ഞർ ഉറ്റുനോക്കുകയാണ്. പശ്ചിമേഷ്യൻ പ്രാദേശിക അതിരുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന അമേരിക്കൻ ഇറാൻ പോരാട്ടം യൂറോപ്പിന്റെ വാതിൽപ്പടിയിലേക്ക് വ്യാപിക്കുന്നത് അന്താരാഷ്ട്ര സുരക്ഷയ്ക്ക് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും സമുദ്രത്തിനടിയിലെ വാർത്താവിനിമയ ശൃംഖലകൾക്ക് നേരെയും പ്രത്യാക്രമണം ഉണ്ടായാൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയെയും ജനജീവിതത്തെയും ഒരുപോലെ ദോഷകരമായി ബാധിക്കും. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ഈ നയതന്ത്ര സ്തംഭനാവസ്ഥയും സമാധാന ശ്രമങ്ങളുടെ അഭാവവും ലോകത്തെ വീണ്ടും ഒരു വൻ ഭൂഖണ്ഡാനന്തര സംഘർഷത്തിലേക്ക് തള്ളിവിടുകയാണ്. അടിയന്തരമായി നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിച്ചില്ലെങ്കിൽ ഗൾഫ് മേഖലയിലെ യുദ്ധഭീതി ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥയുടെയും സുരക്ഷയുടെയും താളം പൂർണ്ണമായി തെറ്റിക്കുമെന്ന കാര്യത്തിൽ സംശയമേയില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.